നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിചാരണയ്ക്കുള്ള തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് യുവർ ഓണർ. വേറെ ഒറ്റ ദിവസം മാത്രം, അത് മാത്രമാണ് പ്രതിയുടെ അപേക്ഷ. ബഹുമാനപ്പെട്ട കോടതി ആ അപേക്ഷ അംഗീകരിക്കണം. പ്രതികളെ ഇതേപോലെ പരോളിൽ വിടുന്നത് പോലീസ് ആമ്പടിയോടല്ലേ? അതെ സർ. പോലീസ് ആമ്പടിയോടെ പോകുമ്പോ പ്രതി മറ്റുള്ളവരെ സ്വാധീനിച്ചാൽ അത് പ്രതിയുടെ കഴിവാണോ അതോ പോലീസിന്റെ കഴിവ് കേടാണോ? അപ്പോ നിങ്ങളുടെ പോലീസിനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതല്ല സർ. ശരി ശരി. എന്റെ മുന്നിൽ വന്ന ചില രേഖകൾ പരിശോധിച്ചു. അർജുന്റെ മുൻകാല ചരിത്രവും പരിശോധിച്ചു. പിന്നെ ആ കുട്ടി പറഞ്ഞൊരു വാചകം. പിന്നെ നാളെ ഒരു സമയത്ത് ഈ പ്രതിയല്ല എന്ന് കോടതിക്ക് തെളിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ആ മുഹൂർത്തം അത് കോടതിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിബന്ധനകൾക്ക് വിധേയമായി ഏതാനും മണിക്കൂർ നേരത്തേക്ക് പ്രതിക്ക് പരോൾ അനുവദിക്കാവുന്നതാണ്. വിശദമായ ഉത്തരവും നിബന്ധനകളും അഡ്വക്കേറ്റ്സിന് കുറച്ച് സമയത്തിനുള്ളിൽ ലഭിക്കും. താങ്ക് യു യുവർ ഓണർ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണോ ഒരു ഹഗ് ചെയ്യുന്നേ? ഒരു തടവ് പുള്ളിയെ കെട്ടിപ്പിടിച്ചതിന്റെ പേരിൽ അഥവാ എന്റെ കസേര തെറിച്ചാലും പോട്ടെന്ന് വയ്ക്കും. ദാ പിടിക്ക്. നിനക്ക് പരോൾ അനുവദിച്ചടാ. നിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് നീ സന്തോഷമായിട്ട് ആഘോഷിച്ചിട്ട് വാ. എങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കോടതി അനുവദിച്ചെങ്കിലും എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഗവൺമെന്റ് ഇത് റിജക്ട് ചെയ്യുമെന്ന്. ഗവൺമെന്റിനെതിരെയും കേസുകൾ വാദിച്ച ആളാണല്ലോ ഞാൻ. സത്യം മാത്രമേ അവസാനം ജയിക്കുള്ളൂ. നീ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. മാത്രമല്ല പലർക്കും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് താനും. എന്തായാലും എനിക്കെന്റെ മോളെ കാണാൻ പറ്റും. അവളുടെ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റും. അതാണോ കുടുംബത്തിന്റെ ശക്തി? നമ്മളെ കാത്തിരിക്കാൻ നമുക്ക് വേണ്ടി ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് എപ്പോഴും ഒരു വലിയ സന്തോഷം തന്നെയല്ലേ? നിന്റെ വീട്ടിലിപ്പോ ഉത്സവമായിട്ടുണ്ടാവും അല്ലേ? അത് പിന്നെ ഇല്ലേ സർ. അമ്മയൊക്കെ സന്തോഷം കൊണ്ട് ബോധം കെട്ട് വീണ് കാണും. എനിക്ക് നാളെ എൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. നാളെ താൻ സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങിയാണെന്നൊരു തോന്നല് ഇന്നേ ത്രില്ലടിക്കുന്നില്ലേ? ആ, അത് ശരിയാ. ഞാൻ ദേ ഇപ്പോൾ ആകാശത്തും ഭൂമിയിലും അല്ലാതെ നിൽക്കുക. ഈ സന്തോഷത്തിന് എത്ര ലഹരി ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പൊ നാളെ വീട്ടിൽ പോകാൻ മാനസികമായി തയ്യാറെടുത്തോളൂ. അമ്മേ, എന്റെ മോളുടെ മഹിമ എത്ര തന്നെ പറഞ്ഞാലും അമ്മയ്ക്ക് മതിയാവില്ല. എന്താ അമ്മ? മോളോട് അമ്മ നന്ദി പറയോ? മോളെ, നീ എന്ന് ശപഥം ചെയ്ത പോലെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഞാൻ സംശയിച്ചു പറഞ്ഞ പോലൊക്കെ നടക്കുമെന്ന്. പക്ഷേ മോള് പറഞ്ഞത് നടത്തി. ഇതാ പറയുന്നത്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ചിറങ്ങിയാൽ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ ഫലം കിട്ടുമെന്ന്. വസന്തനങ്ങൾ പറഞ്ഞത് നേരാ. ഞാനിതിനു വേണ്ടി ഇറങ്ങിയപ്പോ ഒരുപാട് കാര്യങ്ങൾ മറക്കുകയായിരുന്നു. അറിയാതെ തന്നെ എനിക്കൊരു ധൈര്യം വന്നു. പിന്നെ അമ്മേ, ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ, നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ ഇറങ്ങിയത്. എന്തായാലും എനിക്ക് കൂടുതൽ വിശ്വാസമായി. വൈകാതെ നമുക്ക് അർജുനെ തിരിച്ചു കൊണ്ടുവരാനേ സാധിക്കും. അമ്മേ, ഒരു കാര്യം കൂടെ. എന്താ മോളെ? നാളെ അജുവേട്ടൻ വരുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കും. നമ്മളെയൊക്കെ കാണുമ്പോ
അജുവേട്ടന് എന്തായാലും വിഷമാവും. നമ്മൾ നമ്മുടെ ഫീലിങ്സ് ഒന്നും കാണിക്കരുത്. ബോൾഡായി തന്നെ നിൽക്കണം. അത് പൂജ പറഞ്ഞ നേരാ. മാധുരി ചേച്ചി നാളെ കരയരുത്. കാരണം എന്താന്ന് വെച്ചാ വൈകിട്ട് അർജുൻ തിരിച്ചു പോവും. പിന്നെ രാത്രിയില് അവനവിടെ ഏകാന്തതയല്ലേ, വീട്ടിലെ ഓർമ്മ വരും. നമുക്കാണെങ്കിൽ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരാശ്വാസം കിട്ടും. പക്ഷെ അവൻ തകർന്നു പോവും. അതൊരു സത്യമായ കാര്യമാ മാധുരി. നമ്മൾ അജുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പോലെ മാത്രമേ കാണാവൂ. ഞാൻ ശ്രമിക്കാം. പക്ഷെ കണ്ണീരടക്കാൻ പറ്റിയില്ലെങ്കിൽ മോളിനോട് ക്ഷമിക്കണം. അമ്മ കരയാൻ പാടില്ല. അമ്മ കരഞ്ഞാ പിന്നെ കൂട്ട നിലവിളിയായി പോവും. ഏതായാലും മോളെ, നമുക്കിനി ഇതിവിടെ സംസാരിക്കണ്ട. നാളെ ആവട്ടെ. 2 പോലീസുകാരൂടെ കാണുമല്ലേ? അതെ ആന്റി. അവരുടെ നിയമമൊക്കെ അനുസരിച്ചായിരിക്കും അജുവേട്ടനെ കൊണ്ടുവരുന്നേ. എന്നുവെച്ചാ നമുക്കങ്ങോട്ട് അധികം സംസാരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. മറ്റുള്ളവരുമായി ഇടപെടാതെ ഒരു അകലത്തിലായിരിക്കും നിർത്തുന്നത് തന്നെ. പിന്നെ മനസ്സലിവുള്ള പോലീസുകാരാണെങ്കിൽ ഒന്ന് സമ്മതിക്കും. മോളെ, എന്റെ മോനെ കൊണ്ടുവരുന്നത് സാധാരണ രീതിയിലായിരിക്കോ? അല്ല, എന്ന് വെച്ച കയ്യിലൊക്കെ. അമ്മ ചോദിച്ചത് മനസ്സിലായി. അതൊന്നും അമ്മ പേടിക്കണ്ട. വിലങ്ങുണ്ടാവൂന്നല്ലേ? ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ എല്ലാവർക്കും സമാധാനത്തോടെ കിടന്നുറങ്ങാം. നാളെ നമുക്ക് നേരത്തെ എണ്ണീക്കണം. ഇന്ന് ഞാൻ ഉറങ്ങില്ലമ്മേ. നാളെ എന്റെ മോൻ വരെയല്ലേ. എടി പെണ്ണെ, ഇതെന്തൊരു ഉറക്കാ? ദേ അച്ഛൻ വരിക. കുറച്ച് സമയം ഇവിടെ നിൽക്കുള്ളൂ. പക്ഷേ ആ സമയം അത്രയും നമുക്കിവിടെ സന്തോഷം കൊണ്ട് നിറയ്ക്കണം കേട്ടോ. അച്ഛനെ സ്ഥിരമായി നമ്മുടെ അടുത്ത് കിട്ടാൻ ഇനി ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷെ മോളെ, ആ കടമ്പകളൊക്കെ നമ്മൾ കടക്കും. അച്ഛനെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്നേക്കുമായി ജയിലിൽ നിന്ന് ഇറക്കും. അച്ഛൻ നാളെ നിന്നെ മടിയിലിരുത്തുമ്പോ അച്ഛന്റെ ചെവിയിൽ പറയണം, അച്ഛാ പേടിക്കണ്ട, അമ്മയും ഞാനും കൂടെ ഉണ്ടെന്ന്. മക്കളെന്ന് പറയുന്നതേ അച്ഛനമ്മമാരുടെ ബലമാ.